+2 മാത്തമാറ്റിക്സിൽ തേർഡ് ചാപ്റ്റർ ആണ് മെട്രിസസ് എന്ന് പറയുന്നത്. മെട്രിസസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡിറ്റർമിനൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മാത്തമാറ്റിക്സിലെ പല ബ്രാഞ്ചുകളിലും നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ മെട്രിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ ഒരു പവർഫുൾ ടൂൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ മറ്റു പല മെത്തേഡ്സിനും പകരമായിട്ട് നമുക്ക് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്ന വഴി വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേയിലൂടെ നമുക്ക് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പല ഏരിയയിൽ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ റോ മെറ്റീരിയൽസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരൊറ്റ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പം 5-6 റോ മെറ്റീരിയൽസ് ഉണ്ടാവും. സോ ആ റോ മെറ്റീരിയൽസ് നമുക്ക് പല രീതിയിൽ അതിനകത്ത് മിക്സ് ചെയ്യാം. സോ ഇപ്പോൾ ക്വാളിറ്റി കൂട്ടാനായിട്ട് വേണമെങ്കിൽ ആ റോ മെറ്റീരിയൽസ് ചിലതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ മെട്രിക്സിന്റെ ഹെൽപ്പോടുകൂടി ആ നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എത്ര ക്വാണ്ടിറ്റിയിൽ ഇട്ടാലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫേം ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. ആ ഒരു ഫേമിന്റെ പ്രത്യേകത, നമ്മൾ ഡെസ്കും ബെഞ്ചും ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചോ. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമുക്ക് ആ തടിയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്റ്റോറേജ് സ്പേസിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള വർക്കേഴ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. വർക്കിംഗ് ടൈം ഉണ്ടാവാം. നമ്മുടെ മെഷീൻ ഒരു ലൈഫ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഈ കുറെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എത്ര ഡെസ്ക് എത്ര ബെഞ്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇപ്പൊ നട്ടും ബോൾട്ടും നമുക്ക് നോക്കാം. നട്ടും ബോൾട്ടും നോക്കുവാണെങ്കിൽ, ഈ നട്ടും ബോൾട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എത്ര നട്ട് എത്ര ബോൾട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ, ഒരു ഡേ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ബിസിനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ മെട്രിക്സ് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഒരു ഓർഗനൈസേഷനിൽ, എപ്പോഴാണ് മിനിമം നമുക്ക് കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രോഫിറ്റും വേണം, മിനിമം കോസ്റ്റും വേണം. അത് അവർക്ക് ചിലവാകുന്ന പൈസ കുറവായിരിക്കണം, മാക്സിമം പ്രോഫിറ്റും വേണം. അതാണ് ഒരു ഓർഗനൈസേഷന് ആവശ്യം. അപ്പൊ അങ്ങനെ ഏതൊക്കെ ഏരിയകളിലാണ് ഇത് മാക്സിമം മിനിമം ആകുന്നത് എന്നൊക്കെ ഉള്ള കണ്ടീഷൻസ് കണ്ടുപിടിക്കാൻ നമ്മളെ മെട്രിക്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. മെട്രിസസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ ക്രിപ്റ്റോഗ്രാഫി. സോ നമ്മൾ ക്രിപ്റ്റോഗ്രാഫി എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമുക്കൊരു മെസ്സേജ്, ഒരു സീക്രട്ട് സന്ദേശം നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രത്യേക രീതിയിൽ കോഡ് ചെയ്തിട്ട് നമ്മൾ അത് അയക്കും. അപ്പൊ ഇൻ ബിറ്റ്വീൻ അതിനിടയ്ക്ക് ആർക്കും അത് റീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെൻഡർക്കും റിസീവർക്കും മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് സയൻസ് ബ്രാഞ്ചസിൽ മാത്രമല്ല, ജനറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, മോഡേൺ സൈക്കോളജി, അതേ കണക്ക് തന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെട്രിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ മെട്രിക്സിന്റെ യൂസേജ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് മെട്രിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. മെട്രിസസ് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മെട്രിക്സിനെ പറ്റിയാണ്. സോ മെട്രിസസ് പ്ലൂറൽ ഫോമും മെട്രിക്സ് സിംഗുലർ ഫോമാണ്. ഓക്കെ, സോ മെട്രിക്സ് ഈസ് എ റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ്. സോ റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഓക്കെ, അപ്പൊ എന്താണ് റെക്ടാംഗുലർ അറേ? റെക്ടാംഗുലർ അറേ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് into rows and columns that form a rectangle. ഓക്കെ, അതായത് റെക്ടാംഗുലർ അറേ എന്ന് പറഞ്ഞാൽ കുറെ ഒബ്ജക്ട്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക, റോ ആയിട്ടും കോളവുമായിട്ടും. അതെന്ത് ഫോം ചെയ്യുന്നു? പിന്നീട് ഒരു റെക്ടാംഗിൾ ഫോം ചെയ്യുന്നു. അതാണ് റെക്ടാംഗുലർ അറേ എന്ന് പറഞ്ഞാൽ. സോ മെട്രിക്സ് ഈസ് എ റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. സോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സിനെ റോ ആയിട്ടും കോളവുമായിട്ടും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിന് വിളിക്കുന്ന പേരാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റോസ് ആൻഡ് കോളംസ്. സോ വാട്ട് ഈസ് റോ? റോ മീൻസ് ഹൊറിസോണ്ടൽ ലൈനെയാണ് റോ എന്ന് പറയുന്നത്.
അതുകണക്ക് തന്നെ കോളം. കോളം എന്താണ്? വെർട്ടിക്കൽ ലൈൻസിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് ഇങ്ങനെ വരയ്ക്കുന്നതിനായിരിക്കും ഹൊറിസോണ്ടൽ ലൈൻ. അതിനൊരു എളുപ്പമാർഗമുണ്ട്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് ഹൊറിസോണ്ടൽ ലൈൻസ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കത്തില്ലേ, ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണ് ഹൊറിസോണ്ടൽ ലൈൻ. അതിനൊക്കെ തന്നെ കോളം മീൻസ് വെർട്ടിക്കൽ ലൈൻസ്. അപ്പം വെർട്ടിക്കൽ ലൈൻ മീൻസ് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് എന്തോന്ന് കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മെട്രിക്സിന് ഒരു എക്സാമ്പിൾ ആണ്. A is equal to 1 2 3 4 5 6. ഓക്കെ, സോ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുവാണ്. ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അതിനകത്ത് എന്താ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നു? എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നു. സോ മെട്രിക്സിന്റെ പേരാണ് എ. മെട്രിക്സിനെ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്. അപ്പൊ ആലോചിച്ചോണം, ഇങ്ങനെ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നോട്ട്സ് എഴുതി പൊക്കോണം. യൂഷ്വലി മെട്രിക്സിനെ നോട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് പേര് കൊടുക്കുന്നത്? എങ്ങനെ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്. സോ ഈ 1 2 3 4 5 6 ഇതെല്ലാം മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് ആണ് പറയുന്നത്. എലമെന്റ്സ്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എത്ര റോ ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് റോ എന്ന് പറയുന്നത്. സോ നോക്കിയാൽ നമുക്ക് വേറൊരു കളർ കൊണ്ട് സൂചിപ്പിക്കാം. ദാ നോക്കിക്കേ, ഇതൊരു റോ, ഇതൊരു റോ, ഇത് അടുത്ത റോ, ഇത് അടുത്ത റോ, 3 റോ ഉണ്ട് അല്ലേ? സോ നോക്കിക്കേ, ഈ 1 2 എന്ന് പറയുന്നത് ഒരു റോ ആണ്. സോ റോ 1, 3 4 അടുത്ത റോ, റോ 2, 5 6 എന്താണ്? അടുത്ത റോ 3. 3 റോ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്തത് കോളം. കോളം എന്താണ്? വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പൊ വെർട്ടിക്കലി ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇതൊരു കോളമാണ് C1. 1 3 5 കോളം 1ലെ എലമെന്റ്സ് ആണ്. അതിനൊക്കെ തന്നെ കോളം 2ലെ എലമെന്റ്സ് ആണ് 2 4 6. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അപ്പൊ എന്താണ് റോ എന്നും എന്താ കോളം എന്നും മനസ്സിലാക്കാം. ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് റോ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലൈൻസിനെ എന്താണ്? കോളം എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 3 റോ ഉണ്ട്. R1 R2, ഇവിടെ എന്താണ്? R3. ഓക്കെ, ഇവിടെ എത്ര കോളം ഉണ്ട്? 1 2 3 3 കോളം ഉണ്ട്. ഇവിടെ C1 C2 C3. അപ്പൊ ഈ റോയിനെയാണ് ഞാൻ R കൊണ്ടും കോളത്തിനെയാണ് C കൊണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മെട്രിക്സിന് ഒരു എക്സാമ്പിൾ എന്താണ് റോ, എന്താണ് കോളം എന്നാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഇതാണ് എന്താണ് മെട്രിക്സ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മെട്രിസസ് എന്നാണ്. മെട്രിസസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിന്റെ പ്ലൂറൽ ഫോം ആണ്. സോ മെട്രിക്സ് ഈസ് സിംഗുലർ ഫോം. സോ മെട്രിക്സ് ഈസ് എ റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ശരിയല്ലേ? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് ആണ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളം. റോയുമായിട്ടും കോളമായിട്ടും എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന, നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് എന്ത് പറഞ്ഞേക്കുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് മാത്രമല്ല, ഫംഗ്ഷൻസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് പിന്നീട് നോക്കാം. സോ എ റെക്ടാംഗുലർ അറേ ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ടു റോസ് ആൻഡ് കോളംസ് ദാറ്റ് ഫോം എ റെക്ടാംഗിൾ. അപ്പൊ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് റെക്ടാംഗുലർ അറേ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, പിന്നെ റോ എന്താണെന്ന് പഠിച്ചു, കോളം എന്താണെന്ന് പഠിച്ചു. റോ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻസ്, കോളം എന്താണ്? വെർട്ടിക്കൽ ലൈൻസ്. അത് കഴിഞ്ഞ് ഈ 2 എക്സാമ്പിൾസ് എഴുതി എടുത്തേക്കാം. സോ നമുക്ക് ഈ മെട്രിക്സിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് കോളംസ് ഇസ് ഈക്വൽ ടു 2. 2 കോളമാണുള്ളത്. ഓക്കെ, അത് കണക്ക് തന്നെ ഈ കേസിൽ റോ എത്ര എണ്ണം ഉണ്ട്? റോയും 3 ആണ്, കോളവും എത്രയാണ്? 3 ആണ്. സോ ഇത്രയാണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ നോട്ട്സ് ആയിട്ട് എഴുതാനുള്ളത്. അപ്പൊ ഇത്ര എഴുതിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളതാണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, പഴയ മെട്രിക്സ് തന്നെയാണ് ഞാൻ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഈ മെട്രിക്സിന് എത്ര റോ ഉണ്ട്? 6. എത്ര കോളം ഉണ്ട്? നമുക്കറിയാം. എത്ര റോ ഉണ്ട് ഇതിന്? 3. എത്ര കോളം ഉണ്ട്? 2. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റു മാർക്ക് ഇട്ടാൽ 3 into 2 എന്നാണ് നമ്മൾ സാധാരണ വായിക്കുന്നത്. പക്ഷെ നമ്മൾ ഇനി മുതൽ വായിക്കാനുള്ളത് ഇത് 3/2 എന്നാണ് വായിക്കാനുള്ളത്. 3/2. സോ ദിസ് ഈസ് എ 3/2 മെട്രിക്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓർഡർ മീൻസ് ഇങ്ങനെ പറയുന്നതിന്റെ പേരാണ് ഓർഡർ. 3/2 ആണ് അതിന്റെ ഓർഡർ.
അപ്പൊ എല്ലാ മെട്രിക്സിനും ഒരു ഓർഡർ ഉണ്ടാവും. നമ്മുടെ ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ ആണ് 3/2. ഓക്കെ, സോ 3/2 മെട്രിക്സ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ആദ്യം റോയിന് എഴുതാൻ ശ്രദ്ധിക്കുക, പിന്നെ എന്തിനെ എഴുതുക, കോളത്തിന് എഴുതുക. അടുത്ത മെട്രിക്സ് നോക്കുക, ഇവിടെ നമുക്ക് റോയും കോളവും എഴുതാം. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. സോ 3 റോ 1 2 and 3. സോ 3 ബൈ എത്ര കോളം ഉണ്ട്? 3. സോ ദിസ് ഈസ് എ 3/3 മെട്രിക്സ്. സോ ദിസ് ഈസ് എ 3/2 മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് എ 3/3 മെട്രിക്സ്. ഇതിനെ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. എന്തോ നോക്കിക്കേ. C is equal to 1 2 3 4. ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? ഇവിടെ എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ദിസ് ഈസ് എ 2/2 മെട്രിക്സ്. ഇനി വേണമെങ്കിൽ നമുക്ക് എഴുതാം D is equal to 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാ നോക്കി, എത്ര റോ ഉണ്ട്? 1 2 3 4 റോയും ഉണ്ട്, 2 കോളം ഉണ്ട്. ദിസ് ഈസ് എ 4/2 മെട്രിക്സ്. അപ്പൊ എല്ലാവർക്കും ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം റോ, പിന്നെ എന്താണ്? കോളം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് ഇതിനകത്ത് എന്താ? A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതെല്ലാം ഈ മെട്രിക്സിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, A11 മീൻസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് A11. സോ അപ്പൊ നമ്മള് ഓർഡർ ഓഫ് ദ മെട്രിക്സ് പഠിച്ചു. അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. Aij എന്നുള്ളതാണ്. നമ്മൾ Aij എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഐനെയും ജെയിനെയും നമ്മൾ പറയുന്ന പേര് സബ്സ്ക്രിപ്റ്റുകൾ എന്നാണ്. Aij, ഐയും ജെയും താഴെയാണ് എഴുതിയേക്കുന്നത്. ഇതാ നോക്കിക്കേ, A I and J. സോ ഇതിനെ പറയുന്ന പേര് സബ്സ്ക്രിപ്റ്റുകൾ എന്നാണ്. I is called the first subscript and J is called the second subscript. Okay, J is called the second subscript. Okay, അപ്പൊ അതൊക്കെ എന്താണെന്ന് ആദ്യം നോക്കാം. അതിനു മുമ്പ് ഒരു മെട്രിക്സിൽ എലമെന്റ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് എലമെന്റ് 1 1 A11, സെക്കൻഡ് എലമെന്റ് A12, തേർഡ് എലമെന്റ് A13. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. A11 മീൻസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഓക്കെ, ഇതെന്താണ്? A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. A13 എന്താണ്? ഫസ്റ്റ് റോ തേർഡ് കോളം. ഓക്കെ, അപ്പൊ A32 എന്താണ്? തേർഡ് റോ. ഇതെന്താണ്? 2 സെക്കൻഡ് കോളം. സോ അപ്പൊ ഈ നെയിം വെച്ചിട്ട് നമുക്ക് ആ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ Aij എന്താണെന്ന് പറയുവാണെങ്കിൽ, the first subscript I denote the number of row and the second subscript J denote the number of column in which the element occurs. ആ എലമെന്റ് വരുന്ന റോയും കോളവുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, Aij കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ A32 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് റോ സെക്കൻഡ് കോളം. തേർഡ് റോ വന്നു, സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് A32 എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. B is a matrix -1 2 4 8 3 4 again 3 -2 -5. ഇത് നമുക്ക് അങ്ങ് 6 ആക്കാം. ഈ 6നെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? സോ നോക്കേ, 6 എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് റോയില്. സോ നമ്മൾ A2 റോ എഴുതി ആദ്യം. എത്രാമത്തെ കോളമാണ്? തേർഡ് കോളം. സോ A23 ഈസ് 6. 6നെ പറയുന്ന പേരാണ് A23. അങ്ങനെയാണെങ്കിൽ -5 എന്തായിരിക്കും? തേർഡ് റോ തേർഡ് കോളം. സോ -5 ഈസ് A33. സോ ഇത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇനിയും മെട്രിക്സ് വേറെ ഫോം ചെയ്യാം. നോക്കി, അടുത്തൊരു മെട്രിക്സ് ഇപ്പൊ AI BI. ഇനി അടുത്ത മെട്രിക്സ് നമുക്ക് C ഫോം ചെയ്യാം. സിയില് A11 A12 രണ്ട് കോളേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് റോ ആകുമ്പോൾ A21, സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ് ആകുമ്പോഴത്തേക്ക് A22 എന്ന് വരും. ഓക്കെ, ഇനി തേർഡ് റോ ഉണ്ടെങ്കിൽ അതെന്താവും? A31 ആവും. അടുത്ത എലമെന്റ് എന്തുവാ? A32. ഓക്കെ, അപ്പൊ ഫോർത്ത് റോ ഉണ്ടെങ്കിലോ A41 A42. ഇത്രയേ ഉള്ളൂ. ആദ്യം എഴുതിയേക്കുന്ന സബ്സ്ക്രിപ്റ്റ് I ആണ്. അതെന്ന് പറഞ്ഞാൽ ഏത് റോയിലാണെന്നുള്ളതാണ്. രണ്ടാമത് എഴുതിയേക്കുന്ന സബ്സ്ക്രിപ്റ്റ് J ആണ്. അതെന്താണ്? ഏത് കോളത്തിലുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ അപ്പം Aij എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ.
മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഓർഡർ പഠിച്ചു അല്ലേ, എ ഇസിക്കൽ ടു ഇപ്പൊ 1 2 3 4. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2 റോ ഉണ്ട്, സോ 2, 2 കോളം ഉണ്ട്, എത്ര? 2 by 2. സോ ദിസ് മെട്രിക്സ് ഈസ് 2 by 2 മെട്രിക്സ്. അപ്പൊ ഒരു കേസ് ആലോചിക്കുക, ഇതിനെ നമ്മൾ എം എൻ എന്നാ പറയുന്നത്. ശ്രദ്ധിച്ചോണം, എമ്മും എന്നും. എം മീൻസ് നമ്പർ ഓഫ് റോസും എൻ മീൻസ് എന്താ? നമ്പർ ഓഫ് കോളംസ്. ആലോചിച്ചോണം, എ മെട്രിക്സ് എ ഓഫ് ഓർഡർ എം എൻ എന്ന് പറഞ്ഞാല് എം റോസും എൻ കോളംസ്. അപ്പൊ റോസിനെ എമ്മും ഉണ്ടും കോളത്തിന് എന്നും ഉണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഇനി അടുത്തൊരു കേസ്, ഇത് മറന്നു വരുന്നാൽ മതി, എമ്മും എന്നും. ഓക്കെ, ഇനി അടുത്തൊരു കേസ്, ഈ മെട്രിക്സിന്റെ ഓർഡർ അറിയാമെങ്കിൽ, അപ്പൊ ഇതിന്റെ ഓർഡർ, ഇപ്പൊ ഒരു മെട്രിക്സ് ഇതിന്റെ ഓർഡർ 2 by 2 ആണെന്ന് പറയുവാന്ന് വെച്ചോ. അപ്പൊ ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 2 എത്ര? 4 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും പറയുവാണ്, മെട്രിക്സിന്റെ ഓർഡർ അറിയാമെങ്കിൽ ആ ഓർഡറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അടുത്തൊരു മെട്രിക്സ് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ ഇതിന് എത്ര റോ ഉണ്ട്? 2 റോസും ഇതിന്റെ എത്ര കോളം ഉണ്ട്? 3 കോളംസ് ഉണ്ട് അല്ലെ. അപ്പൊ 2 by 3 മെട്രിക്സ്, അതായത് ഇത് എം, ഇതെന്താണ്? എൻ. ഓക്കെ, സോ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ ഓർഡർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 3 എത്ര? 6 എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ടാകും. ഓക്കെ, അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ടൈപ്പ് ഓഫ് മെട്രിസസ്. ഓക്കെ, സോ അപ്പൊ ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസിലേക്ക് പോകുന്നതായിരിക്കും. സോ ടൈപ്പ് ഓഫ് മെട്രിസസ് നോക്കുക. ഫസ്റ്റ് മെട്രിക്സ് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി 1 റോ, ഒറ്റ റോ മാത്രമേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. സോ നോക്കേ, എക്സാമ്പിൾ നോക്കേ, a = 2 1 - 9. സോ ഇതിന്റെ ഓർഡർ 1 by 3 ആണ്. അതിനകത്ത് എത്ര റോ ഉണ്ട്? 1. എത്ര കോളം ഉണ്ട്? 3. സോ ഒറ്റ റോ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റോ മെട്രിക്സ് എന്ന് പറയാം. അതായത് ഒറ്റ റോ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് എ റോ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ കോളം മെട്രിക്സ് നിങ്ങൾക്ക് മനസ്സിലാവും. കോളം മെട്രിക്സ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. സോ നോക്കി, ഒറ്റ കോളം മാത്രമേ ഉള്ളൂ, ബി. സെക്കൻഡ് ബി, ഒറ്റ കോളം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കോളം മെട്രിക്സ്. അവിടെ എന്ത് വരും? റോ 3 എണ്ണം, 1 2 3, കോളം 1. സോ റോ മെട്രിക്സിൽ റോ 1, കോളം മെട്രിക്സിൽ കോളം 1. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, റോ മെട്രിക്സ് മീൻസ് 1 റോ, ദാണ്ട 1 റോ. കോളം മെട്രിക്സ് മീൻസ് 1 കോളം. ഓക്കെ, അടുത്ത റെക്ടാംഗുലർ മെട്രിക്സ്. റെക്ടാംഗുലർ മെട്രിക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അടുത്തത് സ്ക്വയർ മെട്രിക്സ്. രണ്ടുകൂടെ ഒരുമിച്ച് പറയാം. റെക്ടാംഗുലർ മെട്രിക്സ് നോക്കിയാൽ കാണുമ്പോൾ തന്നെ അറിയാം റെക്ടാംഗുലർ രീതിയിലായിരിക്കുന്നത്. സ്ക്വയർ മെട്രിക്സ് സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ റെക്ടാംഗുലർ മെട്രിക്സ് മീൻസ് നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ശരിയല്ലേ? നോക്കി, എത്ര റോ ഉണ്ട്? 2. എത്ര കോളം ഉണ്ട്? 3. സോ 2 by 3 മെട്രിക്സ് ആ, റോയും കോളവും ഈക്വൽ അല്ല. സോ ദാറ്റ് ഈസ് കോൾഡ് റെക്ടാംഗുലർ മെട്രിക്സ്. അപ്പൊ റെക്ടാംഗുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ നോക്കാം. നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ നോട്ട് ഈക്വൽ, then we can call this matrix as rectangular matrix. Okay, so അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കാര്യം നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. സോ നോക്കി, എത്ര റോ ഉണ്ട്? 2. എത്ര കോളം ഉണ്ട്? 2. സോ ദിസ് ഈസ് സ്ക്വയർ മെട്രിക്സ്. അപ്പം മൊത്തം 4 ടൈപ്പ് അല്ല, ഇനിയും ഉണ്ട്. അപ്പൊ എളുപ്പമുള്ള 4 ഞാൻ ആദ്യം എഴുതുന്നേ ഉള്ളൂ. ഫസ്റ്റ് റോ മെട്രിക്സ്, ഒറ്റ റോ. സെക്കൻഡ് കോളം മെട്രിക്സ്, ഒറ്റ കോളം. തേർഡ് റെക്ടാംഗുലർ മെട്രിക്സ്. നമ്പർ ഓഫ്, ഇത് ഓർത്ത് വെച്ചിരിക്കണം, നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. സ്ക്വയർ മെട്രിക്സ്, നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ടൈപ്പ് ഓഫ് മെട്രിക്സിൽ 4 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തതാണ്, ദാറ്റ് ഈസ് ഡയഗണൽ മെട്രിക്സ്. സോ ഡയഗണൽ മെട്രിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. സോ ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന് മുന്നേ ഒരു സെക്ഷൻ പറയുവാണ്, എന്താണ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, സോ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്നിരിക്കട്ടെ, സ്ക്വയർ മെട്രിക്സ്. ഈ സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? റോയുടെയും കോളത്തിന്റെ എണ്ണം എന്താണ്? ഈക്വൽ ആണ്. സോ ദിസ് ഈസ് എ 3 by 3 മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ക്വയർ മെട്രിക്സില് A11, A22, A33 ഈ എലമെന്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു സ്ക്വയർ മെട്രിക്സില് A11, A22, A33 ഐയുടെയും ജെയുടെയും വാല്യൂസ് ഈക്വൽ ആയിട്ട് വരും. Aijയില് ഐയുടെയും ജെയുടെയും വാല്യൂസ് ഈക്വൽ ആയിട്ടുള്ളതാണ് A11, A22, A33. ഈ എലമെന്റ്സിന് പറയുന്ന പേരാണ് ഡയഗണൽ എലമെന്റ്സ്. സോ അപ്പൊ ഏതാണ്? ദാണ്ട ഇത് 3 ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അപ്പം ഇതിനെ
ഡയഗണൽ എലമെന്റ്സ് ആണ് A11, A22, A33 എന്ന് പറയുന്നത്. ഇതിനെ മെയിൻ ഡയഗണൽ എന്നോ പ്രിൻസിപ്പൽ ഡയഗണൽ എന്നോ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ സ്ക്വയർ മെട്രിക്സിലാണ് എന്തുള്ളത്, ഡയഗണൽ എലമെന്റ്സ് ഉള്ളത്. സോ ഡയഗണൽ എന്തായെന്ന് മനസ്സിലായല്ലോ, ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു വേറൊരു മെട്രിക്സ് ഉണ്ട്, ഇതിൽ ഡയഗണൽ എലമെന്റ്സ് ഏതായിരിക്കും, 1ഉം 17ഉം ആയിരിക്കും അതിന്റെ ഡയഗണൽ എലമെന്റ്സ്. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഫോർ എക്സാമ്പിൾ A is equal to 1, 2, 3, 4. ഓക്കെ, സോ അപ്പൊ ഡയഗണൽ എലമെന്റ്സ് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡയഗണൽ മെട്രിക്സിലേക്ക് പോവാം. അപ്പൊ ഇത് എഴുതിയിടണം നിങ്ങൾ എന്താണ് ഡയഗണൽ എലമെന്റ്സ് എന്നുള്ളത്. അതിന്റെ കൂടെ അടുത്ത സെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോവുക, ഡയഗണൽ മെട്രിക്സ് എന്താണെന്നുള്ളത്. സോ എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. അപ്പൊ ഇത് മാത്രം ഓർത്തിരുത്ത വഴി ഡയഗണൽ മെട്രിക്സിൽ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. Therefore this matrix is called diagonal matrix. Okay, അപ്പൊ ആദ്യമായിട്ട് ഡയഗണൽ എലമെന്റ്സ് എന്താന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതിനെ മെയിൻ ഡയഗണൽ എന്നോ പ്രിൻസിപ്പൽ ഡയഗണൽ എന്നോ ഒക്കെ പറയുന്നുണ്ട്. സോ ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. സോ എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്കെയിലർ മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സും ആണ്. ഓക്കെ, അപ്പൊ ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ സ്കെയിലറും ഐഡന്റിറ്റിയും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഡയഗണൽ എലമെന്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാം 0 വന്നു കഴിഞ്ഞാൽ അത് ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, സോ അടുത്ത സ്കെയിലർ മെട്രിക്സിൽ, സോ സ്കെയിലർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. സോ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്കെയിലർ. ഒരു ഡയഗണൽ മെട്രിക്സിനെ മാത്രമേ സ്കെയിലർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇഫ് ഓൾ ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ അതിനെ സ്കെയിലർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, സെയിം ആവണമെന്നേ ഉള്ളൂ. പക്ഷെ ഐഡന്റിറ്റിയിൽ വരുവാണെങ്കിൽ the diagonal matrix is said to be identity or unit matrix. അപ്പൊ ഇതിനെ യൂണിറ്റ് മെട്രിക്സ് എന്നും പറയാറുണ്ട്. if all of its diagonal elements are equal to 1, അപ്പൊ ഇത് എന്താവണം, 1 ആയി കഴിഞ്ഞാൽ ഐഡന്റിറ്റി. അപ്പൊ ഇത് മൂന്ന് ഏകദേശം സെയിം ആണ്, തിരിഞ്ഞു പോരുത്. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാല്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാല് ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം 0 ആയി പോകുന്നതിനാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ ഡയഗണൽസ് വ്യത്യസ്തമായിട്ട് വന്നാലും പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ അതിൽ തന്നെ ഈ ഡയഗണൽ മെട്രിക്സിൽ തന്നെ ആ ഡയഗണൽ എലമെന്റ്സ് സെയിം ആയിട്ട് വന്നാൽ അതിനെ സ്കെയിലർ എന്നും, അതെല്ലാം 1 ആയി വന്നാൽ അതിനെ എന്തെന്നും പറയാൻ പറ്റും, യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫൈനലി സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്, ഇതാണ് ലാസ്റ്റ് വരുന്നത്. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും, അത്രേ ഉള്ളൂ. A matrix is said to be 0 or null if all of its elements are equal to 0. അതിന്റെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കും, 0. അപ്പൊ ഇതെന്ത് മെട്രിക്സ് ആണ്, 2/2. അപ്പൊ 3/3 ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, 0 0 0 0 0 0 0 0 0 ഇങ്ങനെ വന്നേനെ. സോ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, നൾ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, നമ്മളപ്പോ ടൈപ്പ് ഓഫ് മെട്രിക്സസ് പഠിച്ചു, അതൊന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. റോ മെട്രിക്സ്, റോ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ, ഒരൊറ്റ റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ തന്നെ കോളം മെട്രിക്സ്, ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് എന്തോന്ന്, കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെക്ടാങ്കുലർ മെട്രിക്സ് എന്തായിരുന്നു, റോ നമ്പർ ഓഫ് റോസ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഇപ്പം എക്സാമ്പിൾ എങ്ങനെ എഴുതാം, 1 2 3 4 5 6. ഓക്കെ, അപ്പൊ എന്താണ്, റോയുടെയും കോളത്തിന്റെ എണ്ണം എന്തല്ല, ഈക്വൽ അല്ല, റെക്ടാങ്കുലർ മെട്രിക്സ്. അടുത്ത എന്തായിരുന്നു, സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്തുവാ, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, 1 2 3 4 എക്സാമ്പിൾ ആണ്. അടുത്ത ഡയഗണൽ മെട്രിക്സ് എന്തായിരുന്നു, ഡയഗണൽ എലമെന്റ്സ് അല്ലെ, 1 2. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം 0 ആവുന്നതിന് പറയുന്ന പേരാണ് എന്തോന്ന്, ഡയഗണൽ മെട്രിക്സ്. നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആകുന്നതിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാൻ, നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആവുക. സ്കെയിലർ മീൻസ് ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്കെയിലർ മെട്രിക്സ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് ആർ എന്ത്, സെയിം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയി കഴിഞ്ഞാൽ
ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് 0 അല്ല സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താ പറയാം, സ്കെയിലർ എന്ന് പറയാം. നെക്സ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഐഡന്റിറ്റി എന്നാ. ഓൾറെഡി അത് എന്താവണം, ഡയഗണൽ മെട്രിക്സ് ആവണം. അതായത് നോൺ ഡയഗണൽ എലമെന്റ്സ് എന്താവണം, 0 ആവണം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, 1 ആയിരിക്കണം. ദെൻ ദിസ് ഈസ് കോൾഡ് ഐഡന്റിറ്റി മെട്രിക്സ്. സോ നൾ മെട്രിക്സ് എന്ന് വെച്ചാൽ അതിന്റെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ടൈപ്പ് ഓഫ് മെട്രിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നേരത്തെ എഴുതിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യം കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പിക്ചർ നോക്കുന്ന വഴി എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് എഴുതിയെടുക്കാം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്നുള്ളതാണ്. ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. സോ മെട്രിസസ് ഈക്വൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം എന്ത് വേണം, അതിന്റെ ഓർഡർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താ നോക്കി, അതിന്റെ ഓർഡർ എന്താണ്, 2/2 ആണ് ഇവിടുത്തെ ഓർഡർ. ഇവിടുത്തെ ഓർഡർ എത്രയാണ്, 2/2 ആണ്. ഓക്കെ, അടുത്ത അപ്പൊ ഓർഡർ സെയിം ആയി. അപ്പൊ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്യാം, ഓർഡർ എന്തായി, സെയിം ആയി. അടുത്തത് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കാം, മെട്രിക്സ് എയിലെ എലമെന്റിനെ ഓരോ എലമെന്റിനെയും AIJ കൊണ്ട് സൂചിപ്പിക്കാം. മെട്രിക്സ് ബിയിലെ ഓരോ എലമെന്റ്സിനെയും BIJ കൊണ്ട് സൂചിപ്പിക്കാം. സാർ നോക്കി, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് A11, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് B11. അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് AIJ ഇസ് ഈക്വൽ ടു BIJ എന്നാണ്. ഓക്കെ, അതായത് ഇതിന്റെ അർത്ഥം A11ഉം B11ഉം ഈക്വൽ ആവണം, A12ഉം B12 ഈക്വൽ ആവണം, A21ഉം B21ഉം ഈക്വൽ ആവണം, A22ഉം B22 എന്തായിരിക്കണം, ഈക്വൽ. ഇതിനെ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ്. സോ ഇവിടെ ചെക്ക് ചെയ്യുക, A11ഉം B11ഉം ഈക്വൽ, A12ഉം B12ഉം ഈക്വൽ. ഇവിടെ ഈ എലമെന്റ് 0 എന്താണ്, A21, ഈ 0 എന്താണ്, B21. അപ്പൊ A21ഉം B21ഉം ഈക്വൽ ആണ്. അടുത്തത് ഈ 1 ഏതാണ്, A22, ഈ 1 ഏതാണ്, B22. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം എന്തായി, ഈക്വൽ ആയി. A11 B11, A12 B12 ഇതെല്ലാം എന്തായി, ഈക്വൽ ആയി. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റ്സിനെ പറഞ്ഞ പേരാണ് കറസ്പോണ്ടിങ്. അപ്പൊ ഇവിടുത്തെ A22ഉം ഇവിടുത്തെ B22 എന്താണ്, കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറയും. ഇപ്പൊ ക്ലിയർ ആയല്ലോ, കറസ്പോണ്ടിങ് എലമെന്റ്സ്. ഒരു മെട്രിക്സിലെ A11ഉം മറ്റേ മെട്രിക്സിലെ B11ഉം ആണ് കറസ്പോണ്ടിങ് എലമെന്റ്സ്. അങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് മെട്രിക്സുകളെ നമുക്ക് എന്താന്ന് പറയാം, ഈക്വൽ മെട്രിക്സസ്. ദാറ്റ് ഈസ് A is equal to B എന്ന് പറയാം. ഇനി ഒരു കേസ് ഉണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറയാം. A is equal to 1 2 3 4 and B is equal to X Y Z P ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ, A is equal to B എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ A is equal to B ആണെങ്കിൽ ഇവിടുത്തെ A11ഉം ഇവിടുത്തെ B11ഉം ഈക്വൽ ആ. സോ X is equal to 1. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം, X is equal to 1, Y is equal to 2 എന്ന് എഴുതാം, Z is equal to 3 എന്ന് എഴുതാൻ പറ്റും, P is equal to 4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ കണ്ടീഷൻ ഇതാണ്, ഇങ്ങനെ പറയണം. A is equal to B എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എലമെന്റ്സിനെ ഈക്വേറ്റ് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന എങ്ങനെ, ഓരോ എലമെന്റ്സും കറസ്പോണ്ടിങ്ങും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇനി അങ്ങോട്ട് കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്, അപ്പൊ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, ടു മെട്രിസസ് A and B are said to be equal എന്ന് പറയണമെന്നുണ്ടെങ്കിൽ they are of same order. അതിന്റെ ഓർഡർ രണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഈച്ച് എലമെന്റ് ഓഫ് A is said to be corresponding each element of B. അതായത് ഓരോ ആ മെട്രിക്സ്, രണ്ട് മെട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കണം, ഈക്വൽ. ഇതാണ് കറസ്പോണ്ടിങ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തേക്കുക. അപ്പൊ അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇക്വാലിറ്റി ഓഫ് മെട്രിസസിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. പേജ് നമ്പർ, നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 63, എക്സാമ്പിൾ 4 ആണിത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇഫ് ദിസ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് A B C X Y and Z. അതായത് ഈ രണ്ട് മെട്രിക്സ് എന്താണെന്ന് അവർ പറഞ്ഞേക്കുവാണ്, ഈക്വൽ ടു ആണെന്ന് അവർ പറഞ്ഞേക്കുവാ. ഈക്വൽ ടു സൈൻ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. സോ ദീസ് ടു മെട്രിക്സസ് ആർ ഈക്വൽ. അപ്പൊ നമുക്കറിയാം, അങ്ങനെ രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും, ഈക്വൽ. അതായത് ഇതിന്റെ ഫസ്റ്റ് എലമെന്റും
ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനൊക്കെ മുന്നേ ഓർഡർ സെയിം ആണോ എന്ന് നോക്കാം. ഓർഡർ എത്രയാണ് ഇതിന്റെ ഓർഡർ 3/3, ഇതിന്റെ ഓർഡർ 3/3. ഇനി കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഫസ്റ്റ് എലമെന്റും ഇതിന്റെ ഫസ്റ്റ് എലമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നോക്കിക്കേ, എക്സ് പ്ലസ് 3 is equal to എന്ത് കൊടുക്കാം? നമുക്ക് 0 കൊടുക്കാം. സോ എക്സ് is equal to -3. ഓക്കെ, അടുത്ത സെക്കൻഡ് കേസ് നോക്കാം. ഇതിന്റെ സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റും ഇതിന്റെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കും. Therefore നമുക്ക് എന്ത് പറയാം? z plus 4 is equal to 6. z is equal to 6 minus 4 എത്ര? 2. ഓക്കെ, ഇതിന്റെ തേർഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റും ഇതിന്റെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം. നോക്കേ, 2y minus 7 is equal to 3y minus 2. ഓക്കെ, അപ്പൊ നമുക്ക് ഈ y ഇപ്പുറത്ത് കൊണ്ടുവരാം. 2y minus 3y is equal to -2 plus 7 എന്ന് കൊടുക്കാം. ഓക്കെ, 2y എന്ന് y 3y പോയി കഴിഞ്ഞാൽ -y is equal to 5. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ y is equal to -5. ഓക്കെ, അടുത്ത നോക്കി, ഈ 6ഉം ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. a-1ഉം ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. നോക്കേ, a-1. അപ്പൊ നമുക്ക് a-1 is equal to -3, a is equal to -3 plus 1, a is equal to -2. ഓക്കെ, ഇനി എന്താ ഉള്ളത്? c ഉണ്ട്, ഈ ടേം. അതായത് ഈ ടേമും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഈ ടേമിന്റെ പേര് എന്തായിരിക്കും? a23. ഇവിടെ എത്ര? a23. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് 0 is equal to 2c plus 2. ഈ 2 ഇപ്പുറത്ത് വരുമ്പം 2c is equal to -2, c is equal to -1. ഇനി എന്തുണ്ട്? b കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് a31ഉം b31ഉം കൂടി എടുക്കാം. സോ b-3 is equal to 2b plus 4. ഈ 2b ഇപ്പുറത്ത് വരുമ്പം b-2b is equal to 4 plus 3 എന്ന് വരും. സോ -b is equal to 7, b is equal to -7. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തൊക്കെ ആയി കഴിഞ്ഞു? x, y, z, a, b and c. അപ്പൊ എല്ലാ ആൻസേഴ്സും ആയി കഴിഞ്ഞു. നോക്കിക്കേ, x കിട്ടി, y കിട്ടി, z കിട്ടി, a കിട്ടി, b കിട്ടി, നമുക്ക് എന്തും കിട്ടി? c കിട്ടി. അപ്പൊ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. എഴുതിയെടുത്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 63, എക്സാമ്പിൾ 5 തന്നെ. ഫൈൻഡ് a, b, c and d from the following equations. ഓക്കെ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുവാണ് ഇവിടെ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെന്റ്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈക്വൽ ആക്കി എടുക്കാം. 2a plus b യും 4ഉം ആണ് കറസ്പോണ്ടിങ് എലമെന്റ്സ്. ഇവിടുത്തെ a11, ഇവിടുത്തെ b11. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2a plus b is equal to 4 എന്ന് എഴുതാം. അതാണ് ഈ രണ്ട് എലമെന്റ്സ് വീണ്ടും എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ഇത് രണ്ടെണ്ണം. അപ്പൊ അതിനെ എടുക്കാം. എന്ത്? a-2b is equal to -3. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കേ. ഇത് എയിലും ബിയിലുള്ള രണ്ട് ഇക്വേഷൻസ് ആയിരുന്നു. ഇത് നോക്കേ, സിയിലും ഡിയിലുള്ള രണ്ട് ഇക്വേഷൻസ് താഴെ വരുന്നുണ്ട്. സോ ഈ ഒരു ടേമും ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 5c minus d is equal to 11. അതാണ് ഇതിനെ എങ്ങനെ എഴുതും നമ്മള്? 4c plus 3d is equal to എത്ര എഴുതണം? 24. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് വേണ്ടത് a, b, c and d ആണ്. ഇവിടെ എയിലും ബിയിലുള്ള രണ്ട് ഇക്വേഷൻസ്, ഇവിടെ സിയിലും ഡിയിലുള്ള രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, സോ 10th CBSE-ലും സ്റ്റേറ്റിലും ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് സോൾവ് ചെയ്യാനുള്ളത്. സോ അപ്പം ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡോ ഏത് മെത്തേഡോ യൂസ് ചെയ്യാം. ഇത് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും +2 ഉണ്ടാവും എന്നറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അത് പറഞ്ഞു തരിക എന്നുള്ളത്. കാര്യം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. 10th പോർഷൻ ആണിത്. ഓക്കെ, ICC-കാരൊക്കെ എനിക്ക് തോന്നുന്നത് 9th പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും സോൾവ് ചെയ്യാണ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇതാണ്. a is equal to 1, b is equal to 2, c is equal to 3 and d is equal to 4. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എലിമിനേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ -2, ഇവിടെ എന്താണ്? +2 ആണ്. സോറി, സോ ഇവിടെ -2, ഇവിടെ എന്താണ്? +b.
അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പം ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ ഒരു പ്ലസ് ബിയും ഇവിടെ ഒരു -2b ഇവിടെ 2 വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പം ബിയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കാനായിട്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇക്വേഷൻ 1 ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a into 2 4a പ്ലസ് 2b into 2 എന്ത് വരും 2b is equal to 4 into 2 എത്ര 8. അങ്ങനെ ആവുമ്പോൾ ഇക്വേഷൻ 1 ചേഞ്ച് ആയി അത് ഇക്വേഷൻ 3 ആയി മാറി. ഇക്വേഷൻ 2ന് വ്യത്യാസമൊന്നുമില്ല, അതേ കണക്ക് എടുത്ത് എഴുതാം. a minus 2b is equal to -3, that is equation number 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3യും 2യും കൂടി ആഡ് ചെയ്യാം. അപ്പൊ 4aയും aയും കൂടി 5a, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. പ്ലസ് 2b മൈനസ് 2b, ദാറ്റ് ഈസ് ഈക്വൽ ടു 8ഉം -3യും കൂടി ആഡ് ചെയ്യുമ്പോൾ 5a is equal to 5, a is equal to 5/5, a is equal to 1. അതാണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ കിട്ടിയ എയുടെ വാല്യൂ ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുത്താൽ മതി. നോക്കേ, പുട്ട് a is equal to 1 in equation 1. ഇക്വേഷൻ 1 എന്താണ്? 2a plus b is equal to 4. 2 into a യുടെ വാല്യൂ 1 ആവുമ്പോൾ 2 plus b is equal to 4. b is equal to 4 minus 2. b is equal to 2. So b ന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ അറിയണമെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ആദ്യത്തെ 2 ഇക്വേഷൻസിനെ ബിയുടെ കോഎഫിഷ്യൻസിനെ ഈക്വൽ ആക്കി എലിമിനേഷൻ മെത്തേഡിൽ അതിനെ ക്യാൻസൽ ചെയ്തിട്ടാണ് എയുടെയും ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചേക്കുന്നത്. ശരിക്കും ഇത് ചാപ്റ്റർ മെട്രിക്സ് ആണ്, അതിനകത്ത് ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ഇക്വേഷൻസ് എന്തായിരുന്നു? ഇതായിരുന്നു അല്ലെ. 5c minus d is equal to 11ഉം 4c plus 3d എന്തായിരുന്നു 24 ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. നോക്കാം, ഇവിടെ 3d ഉണ്ട്, ഇവിടെ -d ഉണ്ട്. അപ്പൊ ഇവിടെ 3 കിട്ടാനായിട്ട് ഇക്വേഷൻ 1 ത്രൂ ഔട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ നോക്കി ഇക്വേഷൻ 1 into 3 ചെയ്യുവാണെങ്കിൽ 5 3s are എത്ര 15c minus 3d is equal to 11 into 3 33. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയാൻ പറ്റും. ഇതിനൊന്നും ചേഞ്ച് ചെയ്യേണ്ട, അങ്ങോട്ട് എടുത്ത് എഴുതാം. 4c plus 3d is equal to 24, that is ഇക്വേഷൻ നമ്പർ 2. ഓപ്പോസിറ്റ് സൈൻസ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം? 3 plus 2 ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 15cയും 4cയും കൂടി ആകുമ്പോൾ 19c ഉണ്ട്. ഇതും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 33യും 24ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 57 കിട്ടും. സോ c is equal to 57/19. c is equal to എത്ര? 3. ഓക്കെ, ശരിയല്ലേ? സിയുടെ വാല്യൂ 3 അല്ലേ? നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് പുട്ട് c is equal to 3 in ഇക്വേഷൻ 1ലോ 2ലോട്ട് കൊടുക്കാം. ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എത്ര? 5c minus d is equal to 11. 5 into 3 എത്ര? 15 minus d is equal to 11. Minus d is equal to 11 minus 15. Minus d is equal to -4. d is equal to 4. d is equal to 4. ഓക്കെ, അപ്പോ ഈ ഒരു സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത്, ഈ ലീനിയർ ഇക്വേഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ 10th CBSEയിൽ ഇങ്ങനെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എലിമിനേഷൻ മെത്തേഡ് എന്നാണ് എന്റെ പേര്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു ലിങ്ക് ഞാൻ അയച്ചു തരാം. അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നേക്കാം. കുറെ പ്രോബ്ലംസ് എലിമിനേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്നില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനും മതി. പക്ഷെ നമുക്ക് എന്ത് മതി? ABCDയുടെ വാല്യൂ കിട്ടണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അതായത് ആദ്യത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ സപ്പോർട്ടും കൂടി മാത്രം മതി. അപ്പൊ ഇതാണ് പേജ് നമ്പർ 16 എക്സാമ്പിൾ 3 ആണ് ആ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് whose elements are given by aij is equal to half into modulus of I minus 3j. അപ്പോ നോക്കുക, കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു 3/2 മെട്രിക്സ് ഫോം ചെയ്യാനാണ്. അപ്പൊ നോക്കുക, ഞാനൊരു 3/2 മെട്രിക്സ് എഴുതുവാണ്. 3/2 മെട്രിക്സ് എനിക്ക് ഇങ്ങനെ ആയിരിക്കും എഴുതാൻ പറ്റുന്നത്. 3 റോയും 2 കോളവും. സോ A11, A12, A21, A22, A31, A32. ശരിയല്ലേ? A3/2 ഇതാ നോക്കേ, 3 റോസും 2 കോളംസും. A11, A12, A21, A22, A31, A32. ശരിയല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്.
അതിനൊരു റൂൾ അവർ പറഞ്ഞിട്ടുണ്ട്. AIJ ഓരോ എലമെന്റ്സും ഇവിടെ ഐക്കും ജെയ്ക്കും വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എലമെന്റ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഐക്കും ജെയ്ക്കും ഞാൻ 1 കൊടുത്താൽ A11 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ AIJയില് ഐക്കും ജെയ്ക്കും വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റിലെ ഇതാ നോക്കിക്കോ, സൊല്യൂഷൻ ഞാൻ ഇവിടെ എഴുതുവാണ്. A11 വേണം നമുക്ക്, അല്ലെ? A11 കിട്ടാനായിട്ട് AIJയില് ഐക്കും ജെയ്ക്കും എന്തിട്ട് കൊടുത്താൽ മതി? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫസ്റ്റില് വരുന്നത് ഐയും സെക്കൻഡിൽ വരുന്നത് ജെയുമാണ്. സോ ഐക്ക് പകരം 1 minus 3 into 1. That is equal to half into 1 minus 3. Okay, that is equal to half into modulus minus 2. Modulus of minus 2. Modulus ne പുറത്തിറങ്ങുമ്പോഴത്തേക്ക് -1. That is half into 2. That is equal to 1. Okay. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി. എന്ത് കിട്ടി നമുക്ക്? 1. സോ ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 1. A11 എന്താണ്? 1. സോ അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ടൈം ഏതാ? A12 അല്ലേ? A12 കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഓഫ് മോഡുലസ്. അപ്പൊ ഇവിടെ IJ ശ്രദ്ധിച്ചോണം. ആദ്യത്തെ I, രണ്ടാമത്തെ J. അപ്പം ഹാഫ് ഇൻറ്റു I-3J എന്നാണ്. I-3J അതങ്ങ് എഴുതിക്കോ, കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐക്ക് പകരം 1 മൈനസ് 3 ഇൻറ്റു J എത്രയാണ് അവിടെ? 2 ആണ്. So 3 into 2. That is equal to half into 1 minus 6. Half into 1 minus 6. That is equal to half into minus 5. Modulus of minus കഴിയുമ്പോഴത്തേക്ക് half into 5. Modulus എന്ന് പുറത്തിറങ്ങുമ്പോൾ minus പോയി. That is equal to 5/2. So second term is 5/2. A12 is 5/2. ഇതുപോലെ നമുക്ക് A21 കണ്ടുപിടിക്കാം. അതാ നോക്കേ. A21 is equal to half into ഐക്ക് വരെ എന്തിട്ട് കൊടുക്കണം? ഐക്ക് വരെ എന്തിട്ട് കൊടുക്കണം? നമ്മള് 2 ഇട്ട് കൊടുക്കണം. 2 മൈനസ് 3 ഇൻറ്റു J എത്ര? ഇവിടെ 1 ആണ്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു 2 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ അതെന്ത് കിട്ടും? 1/2. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ള എന്തുവാണ്? A22. നമുക്ക് ഇനി എളുപ്പമാണ്, സ്പീഡ് ചെയ്യാം. A22 എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ഫംഗ്ഷൻ എഴുതിയാൽ മതി. ഹാഫ് ഇൻറ്റു I-3J. ശ്രദ്ധിച്ചോണം, ഹാഫ് ഇൻറ്റു ഐക്ക് പകരം 2 മൈനസ് ജെയ്ക്ക് പകരം 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 മൈനസ് 6 ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മോഡുലസിനകത്ത് -4. സോ ഹാഫ് ഇൻറ്റു +4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ 2 കിട്ടും. ക്ലിയർ ആയോ? അടുത്ത് നമുക്ക് എന്ത് വേണം? A31 A32. സോ നോക്കിക്കേ, A31 A32 ഞാൻ ഇത് കണക്ക് എഴുതുവാണ്. A31 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു I-3J അഗെയിൻ ഹാഫ് ഇൻറ്റു I എത്രയാ? 3 മൈനസ് I ഇതാണ് J. J എത്രയാണ്? 3 ഇൻറ്റു 1. ഫസ്റ്റിൽ എഴുതിയിരിക്കുന്നത് I, രണ്ടാം എഴുതിയിരിക്കുന്നത് J. ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 മൈനസ് 3 എത്രയാ? 0. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0. അടുത്തതായിട്ട് A32 ഇസ് ഈക്വൽ ടു ആ ഫോർമുല വീണ്ടും നമുക്ക് എഴുതാം. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് I-3J ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 3 എഴുതാം. മൈനസ് 3 ഇൻറ്റു ജെയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2 എഴുതാം. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് -3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും? 3/2. അപ്പൊ നമ്മളുടെ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആ മെട്രിക്സ് A. അപ്പൊ നമുക്ക് എന്തായിരുന്നു തന്നിരുന്നത്? ഒരു ജനറൽ ടേം തന്നിരുന്നു, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും തന്നിരുന്നു. സോ നമ്മൾ 3/2 മെട്രിക്സ് ഫോം ചെയ്തു. ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് മെട്രിക്സ് ആണോ ഫോം ചെയ്യാനുള്ളത് അതിന്റെ ജനറൽ ഫോം എഴുതി വെക്കണം. ഓക്കെ, ഇതൊരു 3/2 മെട്രിക്സ്, അതിലെ എലമെന്റ്സ് എല്ലാം ഇതേ കണക്ക് എഴുതി വെക്കണം. എന്നിട്ട് ഓരോന്നും ഇത് നോക്കി കണ്ടുപിടിച്ച് വെക്കുക, എഴുതിയെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കുക ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, മെട്രിക്സിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഓക്കെ, റോ എന്താണ്, കോളം എന്താണെന്ന് പഠിച്ചു, ഓർഡർ ഓഫ് മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അതിനുശേഷം ടൈപ്പ് ഓഫ് മെട്രിക്സസ്. ഓക്കെ, എത്ര മെട്രിക്സസ് ഉണ്ട്? റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, പിന്നെന്താ ഉള്ളത്? റെക്ടാങ്കുലർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്,
ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, നൾ മെട്രിക്സ്, അങ്ങനെ കുറെ മെട്രിക്സസ് പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അത്യാവശ്യം കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇക്വാലിറ്റി ഓഫ് മെട്രിസസിന്റെ പ്രോബ്ലം ചെയ്തു. പിന്നെ അത് കണക്ക് തന്നെ മെട്രിസ് ഫോം ചെയ്തു നമ്മൾ. അപ്പൊ അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ ലാസ്റ്റ് പഠിപ്പിച്ച പ്രോബ്ലം വരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എക്സസൈസ് 3.1 ചെയ്യാൻ പറ്റും. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 10 ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, എനിക്ക് അയച്ചു തരിക. ടെക്സ്റ്റിന് ബാക്കി സൊല്യൂഷൻസ് ഉണ്ട്, അപ്പൊ അത് നോക്കി ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം, ടെലിഗ്രാമിൽ അറിയിക്കുക. അങ്ങനെ അറിയിക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുകയും കറക്റ്റായിട്ട് അയക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒന്നും തന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് എക്സസൈസ് 3.1 ചെയ്യുക, നേരത്തെ തന്നെ ചെയ്യുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിഫിക്കൽട്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം അയക്കുക. അടുത്തതായിട്ട് പറയുന്നത് ഇതിന്റെ നോട്ട്സ് എഴുതുന്ന രീതിയെ പറ്റിയാണ്. ഈ വീഡിയോ ആദ്യത്തെ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതരുത് ആരും. എത്ര പറഞ്ഞാലും കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്നറിയാം. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. 2-3 തവണ ഈ വീഡിയോ കാണുക. ആ വീഡിയോ കാണുന്ന സമയത്ത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇടയ്ക്ക് വെച്ച് വേറെ ആക്ടിവിറ്റീസിലൊന്നും പോകാതിരിക്കുക. കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ വളരെ സൈലന്റ് ആയിട്ടിരുന്ന് ഈ വീഡിയോ കാണുക. അതിനുശേഷം 2-3 തവണ കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതാനായിട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് നോട്ട്സ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു കാര്യം ഉറപ്പിക്കുക, 2-3 തവണ കണ്ടിട്ട് മാത്രമേ 4th ടൈം എന്ത് എഴുതാൻ പാടുള്ളൂ? നോട്ട്സ് എഴുതാൻ പാടുള്ളൂ. അങ്ങനെ എഴുതിയ നോട്ട്സ്, വളരെ വൃത്തിയായിട്ട് എഴുതിയ നോട്ട്സ് എനിക്ക് അയച്ചു തരണം. സാധാരണ കുട്ടികൾ എല്ലാവരും അയക്കാറുണ്ട്. വളരെ വൃത്തിയായിട്ടുള്ളവർ ഞാൻ ചെക്ക് ചെയ്യും. അത് എനിക്ക് വാട്സപ്പിലോ ടെലിഗ്രാമിലോ അയച്ചാൽ മതി. ആ വീഡിയോ ഫോട്ടോ ഞാൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം വേണം ഈ എക്സസൈസ് 3.1 ചെയ്യാൻ. അത് ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഒരു പാട്ട് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.